കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. സോ ഇന്നലെ വൈകുന്നേരം ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴാണ് താത്താൻ്റെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻട്രി കേട്ടോ വീട്ടിലേക്ക്. വന്നപ്പോഴുള്ള വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നൊരു ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഐറൂസും റയുമ്പാടെ കളിക്കുകയാണ് കേട്ടോ. സോ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ രാവിലെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 10:30-11 മണി ആയിട്ടുണ്ടാകും നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. താത്താക്ക് ചെറുതായിട്ട് ചുമയും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചതിന് ശേഷം നേരെ ഷോപ്പ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഐറുമാനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവളെയും കൂടി താങ്ങി പോകാനുള്ള ശേഷി എനിക്കില്ല. അവൾ ഒതുങ്ങിയിരിക്കില്ല. റയ്യു പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം ടിക്കറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നല്ല ക്യൂ ഉണ്ടാവലുണ്ട്, പക്ഷേ ഇന്ന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് വേഗം പോകുന്നു. മെഡിസിനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പിന്നെ വന്നിട്ടുള്ളത് റോയൽ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മന്തി വെക്കാനാണ്. അപ്പോൾ അതിലേക്കുള്ള സംഭവങ്ങളെല്ലാം വാങ്ങാനായിട്ട് വന്നതാണ്. ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ട് വന്നതാണ്. സോ നിങ്ങളിൽ ആരൊക്കെയാണ് ഫ്രൂട്ട് യോഗേർട്ടിൻ്റെ ഫാൻസ് ഉള്ളത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചിങ്ങനെ പാത്രങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടാകും. എനിക്ക് ഇതുപോലത്തെ സെറാമിക് ആയിട്ടുള്ള അങ്ങനെ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടാവും അത് കാണാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു സ്ലൈസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് എന്നല്ല, ഇപ്പോഴും ഇമ്മക്ക് പൈസക്ക് ഇങ്ങനെ കിട്ടിയാൽ ഇമ്മ ഫസ്റ്റ് വാങ്ങുക നല്ല പുതിയ പാത്രങ്ങളായിരിക്കും പോയിട്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ അന്തം വെട്ടിന്ന് എന്തുകൊണ്ട് ഉമ്മ പാത്രങ്ങൾ ഇങ്ങനെ വാങ്ങണം, എന്നിട്ട് നിങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് വരെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ഉമ്മക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നാൽ ഉമ്മച്ച് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അതൊന്നല്ല കേട്ടോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ബട്ട് ഇത് പറഞ്ഞു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. എനിക്കിപ്പോൾ പാത്രങ്ങൾ, നല്ല കപ്സ് കാര്യങ്ങൾ അതൊക്കെ കണ്ട ഭയങ്കര ഒരു ക്രേസാണ് അത് വാങ്ങാനായിട്ട്. അങ്ങനെ അവിടെ കുറേ ചുറ്റിക്കറങ്ങിയിട്ട് ഓരോ വേണ്ട സാധനങ്ങൾ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ക്യൂട്ട് മിറർ എൻ്റെ കണ്ണിൽ പെട്ടിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു പിൻട്രസ്റ്റി ലുക്ക് ഉണ്ട് അല്ലേ അതിൻ്റെ മുന്നത്തെ പിക്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ഞാൻ ഫേസ് വാഷ് നോക്കിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയുടെ കിട്ടിയിട്ടില്ല, പക്ഷേ ഡാസ്ലറിൻ്റെ വാങ്ങിപ്പോന്നു. ബട്ട് അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഷോപ്പ് ചെയ്യാൻ പോയാൽ നമുക്ക് തണുത്തത് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു സങ്കടമായിരിക്കും. അതുകൊണ്ട് ഐസ്ക്രീംസ് ഞാൻ 1-2 നോക്കിയിട്ട് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ന്യൂട്രലേനെ കാണുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം ന്യൂട്രല കഴിച്ചപ്പോൾ തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ ഭയങ്കര ഫാനാണ്. പിന്നെയാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പേപ്പർ സോപ്സ് എൻ്റെ കണ്ണിൽ വിട്ടിട്ടുണ്ടാകുന്നത്. ക്യൂട്ട് ഐറ്റംസ് കണ്ടാൽ നമ്മൾ അവിടെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിച്ച് നേരെ വീട്ടിലോട്ടേക്ക് പോവാണ്. സോ ഒരു 12:15 കഴിഞ്ഞിട്ടോ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന് അങ്ങനെ വന്നിട്ട് മന്തി വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തത് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ 2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലും ബഹളമായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇതാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ പാലടയും പിന്നെ സേമിയനും മിക്സ് ആക്കിയിട്ട് പായസം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പായസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലട പായസം എൻ്റെ ഫേവറേറ്റ്സ് ആണ്. പക്ഷേ ഇങ്ങനത്തെ അല്ല, നമ്മളിങ്ങനെ ചുവന്ന കളർ പോലെയുള്ളത് ഉണ്ടാവില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിക്കലും ചിക്കൻ വരട്ടലും അങ്ങനെ വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മന്തി വെച്ചിട്ടുണ്ടായിരുന്നത്. മന്തിക്ക് റെഡി ആയിട്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിക്കാനായിട്ടിരിക്കാൻ കേട്ടോ. സംഭവം ബിരിയാണി വെക്കുന്നതിനേക്കാളും എളുപ്പമാണ് മന്തി പണി കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സോറി. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.